2 മാസം കഴിയുമ്പോൾ വിളവെല്ലാം കിട്ടും. ഒരു മാസം ആകുമ്പോൾ തന്നെ അത് കായ ആവാൻ തുടങ്ങും. ഇത് ഷുഗറിന് പച്ചയ്ക്ക് കഴിക്കാം, പായസം വയ്ക്കാം, എരിശ്ശേരി വയ്ക്കാം, പല പല രീതിക്കും ഉള്ള പച്ചക്കറിയാണ് ഇത് ബട്ടർനട്ട് എന്ന് പറയുന്നത്. കലീച്ച കെണികളുണ്ടാകുന്ന കെണി വെച്ച് പിന്നെ കലീച്ച പിടിക്കണം, വെള്ളീച്ച. ഞാൻ രാജൻ പൂക്കുടിയാണ്. ഇതിപ്പോൾ ഞാൻ നമ്മളെ വ്ളാത്താങ്കരയിൽ ആദ്യം കണ്ട കൃഷി ചെയ്ത കൃഷിയാണ് ബട്ടർനട്ട് എന്ന് പറയും. ഇത് ഏത് സമയം നമുക്ക് കാർഷിക വിളവ് എടുക്കാവുന്ന ഒരു സാധനമാണ് ബട്ടർനട്ട്. ബാക്കിയുള്ള പച്ചക്കറി നടുപോലെ തന്നെ കേട്ടോ, ഇതിൽ വേറെ പ്രത്യേകത ഒന്നുമില്ല. ഇത് ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഇത് അമേരിക്ക ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വടക്കൻ ജില്ലകളിലൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇത് ഇപ്പം നമ്മളൊരു കൃഷി ഓഫീസർ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓൺലൈൻ ചെയ്ത് വരുത്തിയതാണ്. അതെ, ഇതൊരു പരീക്ഷണമായിരുന്നു. പരീക്ഷണം ഇത് നല്ല ആദായമുള്ള ഇത് കൃഷിയാണ്. പക്ഷെ നമുക്ക് ആദ്യം തന്നെ ഇത് ആദ്യത്തെ ഇലയിൽ തന്നെ ഇതിൻ്റെ മുട്ടും കായായിട്ടാണ് വരുന്നത്. നല്ലൊരു വിളവെടുപ്പ് കിട്ടുന്ന ഐറ്റാണ് ബട്ടർനട്ട്. നമുക്ക് ഒരു വിപണനം എന്ന ഒരു കസ്റ്റമർ ഇത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിന് ഒരു ആകർഷണ ശക്തി ഉണ്ടാവുമല്ലോ. അത് നല്ലൊരു മാർക്കറ്റാണ്. അതായത് നല്ല ടേസ്റ്റ് ആണല്ലോ. ഒരിക്കൽ വാങ്ങിച്ച കസ്റ്റമേഴ്സ് വീണ്ടും വാങ്ങും. ഇതിൻ്റെ വില എങ്ങനെയാണ്? വില ഞങ്ങൾ അങ്ങനെ മാർക്കറ്റിൽ സുലഭമായിട്ട് കൊടുത്തില്ല. അങ്ങനെ അത്രയും നമ്മൾ മാർക്കറ്റായിട്ട് പിന്നെ വിൽക്കാൻ സാധിച്ചില്ല. ഓരോ കസ്റ്റമർ വരിക, അവർക്കൊക്കെ ഒത്തുപരാ കൊടുക്കുക. അങ്ങനെ ഒരു 2 മാസം കഴിയുമ്പോൾ വിളവെല്ലാം കിട്ടും. ഒരു മാസം ആകുമ്പോൾ തന്നെ അത് കായ ആവാൻ തുടങ്ങും. പ്രതിരോധം ചെറിയ രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ശ്രദ്ധിക്കാൻ ഇത് സാധിച്ചില്ല. രോഗം വരാറുണ്ട്. ഇത് ചെറിയൊരു മഞ്ഞളിപ്പ് കാണിച്ച്, അല്ലാതെ അങ്ങനെ രീതിയിൽ രോഗമൊന്നും വന്നിട്ടില്ല. ഇത് ഷുഗറിന് പച്ചയ്ക്ക് കഴിക്കാം, പായസം വയ്ക്കാം, എരിശ്ശേരി വയ്ക്കാം, പല പല രീതിക്കും ഉള്ള പച്ചക്കറിയാണ് ഇത് ബട്ടർനട്ട് എന്ന് പറയുന്നത്. ഇത് ലാഭം തന്നെ. ഇത് ഓരോ ഇലയ്ക്കും ഓരോ കായാണല്ലോ. ഇത് എപ്പോഴും എല്ലാ സമയം കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു സമയം നട്ടിട്ട് മാറി നമ്മൾ ഇത് ഹൈബ്രിഡ് ഇതാണ് കൂടുതൽ നടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വളപ്രയോഗം എന്താണ്? നമ്മൾ സാധാ വെള്ളരിക്ക് ചെയ്യും പോലത്തെ പരുവം തന്നെ. അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത്രയും തന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ സുലഭമായിട്ട് അത്രയും നമ്മൾ ഫേമസ് ആയിട്ട് ചെയ്യാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. നമ്മൾ ആദ്യമായിട്ട് ഓൺലൈൻ ചെയ്ത് അങ്ങനെ കൃഷി ചെയ്താണല്ലോ. അപ്പോൾ ഇനി അടുത്ത കൃഷിയോടെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നല്ലൊരു ഇത് കിട്ടും. ഓക്കെ, ഇതൊരു പരീക്ഷണമാണല്ലോ. ഇതൊരു പരീക്ഷണമാണ്. ഏകദേശം ഒരു 100 മൂടിൽ കൂടുതലുണ്ടായിരുന്നു. ഇത് ഇനി വ്യാപിപ്പിക്കാൻ ചേട്ടന് പ്ലാനുണ്ടോ? പ്ലാനുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എത്ര മൂട് വാങ്ങണം എന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ടോ? അത് നമ്മൾ ഈ വാങ്ങിച്ച വീതം വിത്തൂടെ വാങ്ങിച്ചൊന്ന് പരീക്ഷണം നടത്തിയിട്ട് അടുത്ത് വിജയിക്കുമെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യും. ഇപ്പം എത്ര സെൻറ്റ് സ്ഥലത്തിലാണ് ഇത് കൃഷി? ഇതിപ്പോൾ 25 സെൻറ്റിലാണ് ചെയ്തത്. ഓക്കെ, ഇനി അത് എത്രയിലോട്ട് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു 2 ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതേ കണക്കിൽ 10-50 സെൻറ്റ് അങ്ങ് ചെയ്യും കൃഷി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനുള്ള വിപണനം ചേട്ടൻ കണ്ടുവച്ചിട്ടുണ്ടോ? അത് നമുക്കൊരു മാർക്കറ്റ് ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂ. അത് വന്നോളൂ. ഇവിടെ ചേട്ടൻ ഇതിന് മുന്നേ ഏതെങ്കിലും ഫാം സന്ദർശിക്കുകയോ ഈ കൃഷി ചെയ്ത ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവരുടെയൊക്കെ അനുഭവം എന്താണ് ഇതിൻ്റെ? അവരനുഭവം ഇത് ആദ്യം അവർ പരീക്ഷണം എന്നല്ലേ പറയുന്നത്. നമ്മളെല്ലാം പരീക്ഷണമാണല്ലോ. ഇത് സീസണല്ലല്ലേ? സീസൺ അല്ലേ, അത് സമയം നടാം. ഓക്കെ. ഇത് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുമോ? പച്ചക്കറിയായിട്ട് ഉപയോഗിക്കും. അതായത് ഈ തോരൻ വയ്ക്കാനോ അങ്ങനെ നമ്മളെ പീണിങ്ങയ്ക്ക് പോരാനുള്ള രീതിയിൽ ഇതിപ്പോൾ നമ്മൾ എരിശ്ശേരി പയർ ഇങ്ങനെ യൂട്യൂബിലുണ്ട്. ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ നമുക്ക് പറയാനില്ല. നമ്മളിത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ പിന്നെ കലീച്ച കെണികളുണ്ടാകുന്ന കെണി വെച്ച് പിന്നെ കലീച്ച പിടിക്കണം, വെള്ളീച്ച. അത് വെള്ളീച്ച ശല്യം ഉണ്ട്. വെള്ളീച്ചയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിൽ. അത് വെള്ളീച്ച കെണി വെച്ച് എന്തെങ്കിലും പിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സംവിധാനം ചെയ്യുക. അതെ, വെള്ളം അത്യാവശ്യമാണോ അതിന്? വെള്ളം അത്യാവശ്യമാണ്. എങ്ങനെ രാവിലെ വൈകുന്നേരം? ഇല്ലല്ല, രാവിലെ എപ്പോഴെങ്കിലും ഒരു നേരം കോരിയാൽ മതി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത് പന്തലിട്ടാണ് വളർത്തേണ്ടതല്ലേ? പന്തലിട്ട് വളർത്താം, തറയിലിട്ട് വളർത്താം. പന്തലെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കായ് ഫലം കിട്ടും. ഇത് 1.5 കിലോ ഒക്കെ വരുമെന്ന് പറയുന്നത്. ഇതിപ്പം ചെറുതാണ്. നല്ല പുഷ്ടിയുള്ള നല്ല രീതിയിൽ സൈസൊക്കെ ഉണ്ടാവും. സുഹൃത്തുക്കളെ, ഇതൊരു പരീക്ഷണമാണ്. അടുത്ത വിപണന നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാൻ പോവുകയാണ്. അപ്പോഴും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.